നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. കാരണം നമുക്കിന്ന് വ്യത്യസ്തമായ വിഷയം ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ നോക്കി പല വിഷയങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഡോക്ടർ ഹാരിസിന്റെ അവസ്ഥ, അതൊരു വല്ലാത്ത ഒരു ക്ലൈമാക്സിൽ എത്തിയെന്ന് തോന്നുന്നു അല്ലേ? അതെ 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 അദ്ദേഹത്തിന് ശരിക്കും ഒതുക്കാൻ നോക്കി, പക്ഷെ എല്ലാം പണി പാളി സർക്കാർ. സത്യത്തിലെ ഹാരിസിനോട് മന്ത്രി വീണ ജോർജ് ചെയ്തതും വീണ ജോർജിന്റെ ആ വൃത്തികേടിനെ ആ രണ്ട് ഡോക്ടർമാർ കൂട്ടുനിന്നതും ഹൃദയഭേദകമാണ്. ഇന്നലത്തെ അവരുടെ പത്രസമ്മേളനം സാർ 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 എന്ന് വിളിച്ച് വേറൊരാളെ വിളിക്കുമ്പോൾ അവർ മറുപടി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, അവർക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞേ അവർ വർഗത്തിൽപ്പെട്ട ഒരാളല്ലേ ആ വർഗം പോട്ടെ, മറ്റാർക്കും അറിയില്ലെങ്കിലും അവർക്കറിയാം ഈ ഹാരിസ് പൂർണ്ണ സമയം ജോലി ചെയ്യുന്ന ആളാണ്, അഴിമതി ഇല്ലാത്ത ആളാണ് എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അയാളെ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിലും അയാളെ ഉപദ്രവിക്കാൻ, കള്ളക്കേസ്, അയാളുടെ ഇമേജ് തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ചിന്തിക്കട്ടെ, അവർക്കും കുടുംബവും ഭാര്യയും മക്കളൊക്കെ ഇല്ലേ? അത് പലരും ചിന്തിക്കാറില്ലല്ലോ. അമിത വിധേയത്വം കാണിക്കാൻ, അവർക്ക് എന്തെങ്കിലും സ്ഥാനങ്ങൾ നേടുക, ഇതൊക്കെ തന്നെ. ഞാൻ പറഞ്ഞ ആത്മാഭിമാനം ലവലാശമില്ലാത്ത ജബ്ബാർ, എന്താണ് ഒരു ഡോക്ടർ, ഒരു ഡോക്ടർ സുനിൽകുമാർ, ഈ രണ്ടുപേരും ആത്മാഭിമാനം ലവലേശമില്ലാത്തവരാണ്. കാരണം അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ സർക്കാരിനെതിരെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് നിശബ്ദത പാലിക്കാം, അവർക്ക് മിണ്ടാതിരിക്കാം, അവർക്ക് നമ്മൾ ഒന്നിനില്ലെന്ന് പറഞ്ഞ് പോകാം. അവര് ഈ ഹാരിസിനെ മോശക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട. അയാളുടെ ജീവിതം കൊണ്ട് അയാൾ നേടിയിരിക്കുന്ന അയാളുടെ ആത്മസത്തയെ ഇല്ലാതാക്കുന്ന തരത്തിൽ അയാൾ മോഷ്ടാവാക്കി, അയാളെ മോഷ്ടിച്ചു. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഉപകരണം അയാൾ മറിച്ചു വിറ്റു എന്നുള്ളതാണ് ആദ്യത്തേത്. അന്വേഷണമായപ്പോൾ അയാൾ പകരം മേടിച്ചു വെച്ചു എന്നാണ് തെളിയിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ശാപം കിട്ടുമെന്ന് കരുതണ്ടേ അവര്? തീർച്ചയായും അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക്. ഈ നല്ലവരായ മനുഷ്യരെ ഉപദ്രവിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും കർമ്മഫലം എന്നൊന്നും ഉണ്ട് ഈ ലോകത്ത്. കിട്ടിയിരിക്കും, അതൊരു സംശയം ഉണ്ടാക്കാതെ. ആ മനുഷ്യന്റെ മുഖം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ആ മനുഷ്യന്റെ മുഖം കാണുമ്പോൾ ആ മഞ്ജുഷയുടെ മുഖം ഓർമ്മ വരുന്നത്. നമ്മുടെ നവീൻ ബാബുവിന്റെ. അവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഞ്ജുഷ സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു നിസ്സംഗമായ എന്നാൽ ബോൾഡ് ആയിട്ടുള്ള ഒരു ഭാവമുണ്ട്. അതെ, അവർ ചിരിക്കത്തില്ല, അവർ അങ്ങനെ വികാരഭരിത സംസാരിക്കാറില്ല. ഈ ഇദ്ദേഹം വികാരഭരിതനായി ഒന്നരാഴ്ച സംസാരിച്ചു, എങ്കിൽ പോലും ഇദ്ദേഹത്തിന് മുഖത്തുള്ളൊരു നിസ്സംഗ ഭാവമുണ്ട്. അത് ഈ വീണയുടെ പേരിൽ പറഞ്ഞ, വീണയുടെ ഭാഷയിൽ പറഞ്ഞ സിസ്റ്റത്തിന്റെ ഒരു പ്രതിഷേധമാണ്. എന്നിട്ട് എനിക്ക് വീണ ജോർജ് ഒരു ദൈവവിശ്വാസം, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇങ്ങനെയൊരു നല്ല മനുഷ്യനെ ഉപദ്രവിക്കാൻ ദൈവം തന്നെ തിരിച്ചു കൊടുത്തു. എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ചെയ്തിട്ടുള്ള ലോകത്തുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്ക് തന്നെ രാജൻ കേസുമായി ബന്ധപ്പെട്ട, അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം എന്തെല്ലാം ഭാവിയിൽ സംഭവിച്ചു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണത്. എത്രയോ കേസുകൾ കേരളത്തിൽ. ഈ രാഷ്ട്രീയക്കാർ പറയുന്നതും കേട്ടോണ്ട് അവരെ താളത്തിനൊത്ത് തുള്ളാൻ നിൽക്കുന്ന 90% പേർക്ക് ഇതുവരെ. ഞാൻ ഇപ്പോഴും പറയുന്നത്, എൻ്റെ നിലപാട്, രാഷ്ട്രീയക്കാരെ അതിജീവിക്കാനുള്ള ശക്തി എല്ലാവർക്കും ഇല്ല. പക്ഷെ അന്യായത്തിന് കൂട്ടുനിന്ന് നിരപരാധിയുടെ കണ്ണീർ കുടിപ്പിക്കരുത്. നിരപരാധിയെ കണ്ണീർ കുടിപ്പിച്ചാൽ അതിന് പണി കിട്ടും, ഉറപ്പായിട്ട് പണി കിട്ടും. അത് എനിക്ക് അതുകൊണ്ട് ആ രണ്ട് ഡോക്ടർമാർ അവരും MBBS ഒക്കെ പഠിച്ച്, അവരും PG ഒക്കെ ചെയ്ത്, അവർ ഈ പദവിയിലെത്തിയിട്ട് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന നന്മയുള്ള രണ്ട് മനുഷ്യരെ അപമാനിക്കാൻ ശ്രമിച്ച ശ്രമമുണ്ടല്ലോ, ഒരിക്കലും ഞാൻ ആ ഡോക്ടർമാരുടെ മുഖം, ആ പത്രസമ്മേളനത്തിലൂടെ കണ്ട ആ രണ്ട് ഡോക്ടർമാരുടെ മുഖം മറക്കത്തില്ല. ഒരു വഞ്ചനയുടെയും ക്രൂരതയുടെയും ഒരു തിന്മയുടെയും പ്രതീകമായിട്ട് ആ ജബാറിന്റെയും സുനിൽകുമാറിന്റെ മുഖം എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുക. ആരോ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് പറയുന്ന പോലെ പറയുന്ന അവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥ. എന്തായാലും കുരുക്കായത് മനസ്സിലായപ്പോൾ ഒരു പിന്മാറി. അപ്പൊ ഇത്തരം വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ട്രംപിന്റെ വിഷയം, ഓരോ ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ്, ചൈന, നമ്മൾ നേരത്തെ സംസാരിച്ചു. പക്ഷെ ഓരോ ദിവസവും അതിൻ്റെ ഒരു ഡെവലപ്മെന്റും, ട്രംപും പുടിനും തമ്മിൽ ടെലിഫോണിൽ നടത്തി ദീർഘനേരം സംസാരിച്ചു. കൂടിക്കാഴ്ച നടത്തും. അവിടെയും പറയുന്നുണ്ട് സെലൻസ്കി പങ്കെടുക്കുന്ന വേണ്ടെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അത് ട്രംപും മോദിയും പുടിനും. മോദി ഫോണിൽ വിളിച്ചു, മോദിയായിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. മോദി അക്കാര്യം വ്യക്തത കൊടുക്കുകയും ചെയ്തു. പ്രസിഡന്റ്. അതെ അതെ, ആ പ്രസിഡന്റ് എന്നുള്ള വാക്കൊക്കെ സാധാരണ രാജ്യത്തിന്റെ പേര് കൂട്ടാതെ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല ഈ പല പാശ്ചാത്യ മാധ്യമങ്ങളിലും മോൺസ്റ്റർ പ്രസിഡന്റ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കരുത്തുറ്റ ഒരു പ്രധാനമന്ത്രിയുടെ ഭാഷയാണ് മോദിയുടേത്. അതേപോലെ തന്നെ മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെയാണ്. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം വലിയ വാർത്തയും ഇതൊക്കെ സൃഷ്ടിച്ചെങ്കിലും ഇപ്പോൾ അതിന്റെ ആധികാരികത പൊളിഞ്ഞൊന്നും വരുന്നുണ്ട്. മൊത്തം മണ്ഡലങ്ങളെ 7 അസംബ്ലി സീറ്റ്, പിന്നെ കോൺഗ്രസ് 1, BJP എന്ന് പറഞ്ഞു തിരിച്ചായിട്ട് 4-4 ആയി. കൃത്യമായ ഗ്രഹപാഠം. മാത്രമല്ല 2009 മുതൽ അവിടെ BJP ആണ് ജയിക്കുന്നത്. ആ മുൻ വർഷങ്ങളെക്കാൾ ഭൂരിപക്ഷം കുറവാണ്. മാത്രമല്ല ഈ മഹാദേവപുരത്ത് എക്കാലത്തും ഇങ്ങനെയാണ്.
BJPയുടെ ഒരു, ഞാനത് അന്വേഷിച്ചു, ഞാൻ അവിടെയുള്ള ആളുകളോട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് മഹാദേവപുരത്ത് ഈ IT ഹബ്ബാണിപ്പോൾ. ഈ IT ഹബ്ബായി പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഈ പ്രത്യേകിച്ച് AID ഒക്കെ ഹബ്ബായി മാറി. അപ്പം വടക്കേ ഇന്ത്യയിൽ നിന്ന് മിടുക്കന്മാരൊക്കെ വന്ന് ചാടി, ന്യൂജൻ പിള്ളേരാണ് അവരായി വടക്കേ ഇന്ത്യക്കാരൊക്കെ BJPക്കാരാണ്. മാത്രമല്ല ഈ സ്ഥാനാർത്ഥി മുസ്ലിമായിരുന്നു കോൺഗ്രസിന്. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഒരു അസാധാരണം എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഞാനൊക്കെ കേട്ടപ്പം, നമ്മളൊക്കെ കേട്ടപ്പം ഈ ഒരു മണ്ഡലത്തിൽ ഈ ഒരു വാർഡിൽ മാത്രം കിട്ടിയപ്പോൾ എന്തോ തിരിമറിയാൻ തോന്നിയായിരുന്നു. പക്ഷെ അതല്ല എന്ന് ബോധ്യമാകുന്ന സാഹചര്യം. എനിവേ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക്, പുതിയൊരു വിഷയത്തിലേക്ക് കിടക്കാം. ആ വിഷയം കിറ്റെക്സ് സാബുവാണ്. അത് വേണ്ടതുപോലെ നമ്മുടെ പത്രങ്ങളിൽ വാർത്തയായിട്ട് വരുന്നില്ല. ഇല്ല, 2 സംഭവങ്ങളുണ്ടായി. ഒന്ന്, ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്കധികം എത്ര പ്രേക്ഷകർക്ക് എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അവെയർ, ഞാൻ ഇതിലൊരു വീഡിയോ ചെയ്തിട്ട് ആളുകളൊക്കെ അറിയായിരിക്കും. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ? പക്ഷേ ആ വീഡിയോ കണ്ടു. കേരളത്തിലെ മാധ്യമങ്ങളിൽ അതുപോലെ വേണ്ടതുപോലെ വന്നില്ല. ആ സംഭവം ആദ്യം രാജ്മോഹൻ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. അത് അവിടുത്തെ പഞ്ചായത്തിൽ, അവരുടെ അവർ ഭരിക്കുന്ന പഞ്ചായത്തിൽ ഒരു അതിഗംഭീരമായ വെയിറ്റ് ഷെഡ്. അതിന്റെ വിഷ്വലുണ്ട്. നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. ഒരിക്കലും ഞാൻ സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യാറുള്ള ഒരാളാണ്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും KSRTC ബസ് സ്റ്റാൻഡിൽ നമുക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പറ്റും. ഒരു KSRTC എവിടെയെങ്കിലും ക്യാൻറ്റീനിൽ കയറി ചായ കുടിക്കാൻ പറ്റും. അത്ര ദയനീയ സ്ഥിതി ഇരിക്കുമ്പോൾ ഇവിടെ അത്യാഡംബരത്തോടു കൂടി, മാത്രമല്ല എനിക്ക് അതിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം, ആർക്ക് വേണമെങ്കിലും അവിടെ ഭക്ഷണം കിട്ടുമെന്ന് പറയുന്നത് അതൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയാണ്. AC ആണ്. ടോയ്ലറ്റ് ഒക്കെ ഞാൻ സാബുവിനോട് ചോദിച്ചപ്പോൾ സാബു എന്നോട് പറഞ്ഞത് ഹയത്തിന്റെ മോഡലിലാണ്, ഹയത്ത് ഹോട്ടലിന്റെ മോഡലിലാണ്. ഞാൻ ഹയത്തിൽ പോയി ടോയ്ലറ്റിൽ പോയിട്ടില്ല. ഹയത്തിന്റെ ഒരിക്കലും ഒരു വാതിൽക്ക് വരെ പോയതില്ല, അകത്ത് കയറിയിട്ടില്ല. ഹയത്തിന്റെ മോഡലിലാണ് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ID കാർഡ് ഒന്നും കൊടുക്കണ്ട. എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞ ഭക്ഷണം തരുമോ? അവിടെ ചെന്നാൽ ഭക്ഷണം കഴിക്കാൻ സൗജന്യമാണ്. അതൊരു അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. ജിമ്മുണ്ട് സ്ത്രീകൾക്ക്. അതെ. അപ്പൊ അത്രയും വലിയ ഫെസിലിറ്റി ഉണ്ടാക്കി. അതിനായിപ്പോൾ ചെയ്തത് കഴിഞ്ഞ ദിവസം അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് ഇത് കിട്ടൂല എന്ന് ഉറപ്പായപ്പോൾ അവിടുത്തെ CPM നേതാക്കളെ കൂടെ ചേർന്ന് അതിക്രമിച്ച് കയറി അവർ വേറെ ഷെഡ് ഉണ്ടാക്കി ഇതിന്റെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാക്കി. അതായത് പ്രേക്ഷകർ കാണുന്ന, ഞാൻ വാർത്തയെ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് ഈ കിഴക്കമ്പലത്ത് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. പഞ്ചായത്തായിരുന്നു അതിന് ഉടമസ്ഥാവകാശം. പഞ്ചായത്തിൻ്റെതാണ് ബസ് സ്റ്റാൻഡുകൾ, പഞ്ചായത്തിൻ്റെതാണ്. ഈ പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡ് ഇവർ നന്നായിട്ട് പൊളിച്ചു പണിയാൻ തീരുമാനിക്കുന്നു. ഈ പറഞ്ഞ രാജ്മോഹൻ പറഞ്ഞ രീതിയിൽ സൗകര്യമൊരുക്കുന്നു. പക്ഷേ ഇത് പണി പൂർത്തിയായി 2 മാസത്തിന് പണി പൂർത്തിയാവും. 2 മാസം പണി പൂർത്തിയായി കഴിഞ്ഞ് ഏറെ വൈകാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി ഈ കിഴക്കമ്പലത്തൂടെ കടന്നു പോകുന്ന മനുഷ്യർക്കൊക്കെ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രലോഭനം CPM ഉറക്കം കെടുത്തി. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് അവരത് തടസ്സപ്പെടുത്താൻ തീരുമാനിച്ച് കയറി, അതായത് റോഡ്, ഈ ബസ് സ്റ്റാൻഡിന്റെ പണി നടക്കുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് അവിടേക്കുള്ള ഗതാഗതം നിർത്തി. ബാരിക്കേഡെല്ലാം പൊളിച്ചു കളഞ്ഞ് അകത്തേക്ക് കയറ്റി അവർ താൽക്കാലിക ഷെഡ് ഉണ്ടാക്കി വിടുകയാണ്. പ്രവർത്തനം തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് കോടതിയിൽ പോയിട്ട് കോടതി ചോദിച്ചു. അവിടെയാണ് കോടതിയിൽ പോയി പെർമിഷൻ കിട്ടുന്നില്ല. ഇത് ബീഹാറാണെന്നാണ് കോടതി ആദ്യം ചോദിച്ചത്. ബീഹാറാണെന്ന് ചോദിച്ചു. ഇത് ബീഹാറാണോ എന്ന് കോടതി ചോദിച്ചു. എന്ന് മാത്രമല്ല കോടതി പറഞ്ഞു, ആൾക്കൂട്ട ജനാധിപത്യം, മോബോക്രസി എവിടെ ഉണ്ടായാലും അതിന് ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണമെന്നാണ് പോലീസിന്റെ അടുത്താണ് പറഞ്ഞത്. പോലീസ് കൈയും കെട്ടി നിന്നാൽ പോരാ, ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണം എന്ന് ജസ്റ്റിസ് നഗരേഷ് പറഞ്ഞു. അല്ല, ഇത് മനസ്സിലാത്ത കാര്യം, ഇവർ ജനങ്ങളെ പക്ഷത്ത് നിന്നാണ് അല്ലേ ചിന്തിക്കുന്നതെന്നാണ്. സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക് ഇവർക്കോ സഹായം കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു സ്ഥാപനം തയ്യാറായി വരുമ്പം അവരെ പിന്നെ ഓടിക്കുക എന്ന് പറയുന്നത്. ഞാൻ കിറ്റെക്സ് സാബുവിനോട് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ചെറിയ പ്രതിസന്ധി ശരിക്കും ട്രംപ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം 3000 കോടി മുടക്കി, 1500 കോടി മുടക്കിയാണ് തെലങ്കാനയിൽ ഫാക്ടറി ഉണ്ടാക്കിയത്. ഇപ്പോൾ കേരളത്തിലെ ഫാക്ടറിയും തെലങ്കാനയിലെ ഫാക്ടറിയിലും ഒക്കെ നിർമ്മിക്കുന്ന ഉൽപ്പാദനം എല്ലാം പൊക്കൊണ്ടിരുന്നത് അമേരിക്കയിലേക്ക് ഇത് കയറ്റി അടിക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ 25% ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലൊരു അനിശ്ചിതത്വം മാറിയാൽ അയക്കാൻ പറ്റത്തില്ല. ഈ ലേബലിങ്ങും മറ്റുമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്, പ്രതിസന്ധികൾ ഉണ്ടാവും, അതിന് പരിഹാരം ഉണ്ടാവും. ഈ പ്രശ്നം പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മറ്റൊരു മാർക്കറ്റ് തുറന്നു കിട്ടും, അല്ലെങ്കിൽ ആഭ്യന്തര വിപണിയിൽ വിടും. ഈ സാധനമൊക്കെ ഇവിടെ വിടാമല്ലോ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കയറ്റിറക്കി വെച്ചിരിക്കുന്ന മാത്രമല്ല വളരെ എളുപ്പത്തിൽ ഇവർക്ക് തുണി കട കണ്ടു, ലാഭം കുറവായിരിക്കും, പക്ഷെ നഷ്ടം വരത്തില്ല. അപ്പം ഇത്തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസമാണ് സാബുവിനുള്ളത്. സാബു ഇതെല്ലാം ബിസിനസ് ആകുമ്പോൾ കയറ്റിറക്കങ്ങൾ ഉണ്ടാവും, അത് പ്രശ്നമല്ല എന്നാണ് എന്നോട് സാബു പറഞ്ഞു. പക്ഷേ സാബു എന്നോട് പറഞ്ഞു, ഞാൻ അതവിടെ വശത്ത് നടക്കട്ടെ, ബിസിനസ് വഴിക്ക് പോകുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് സാബു കാണുന്നത് ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശക്തമായ ചില ഇടപെടൽ നടത്താൻ പോവാം. ഞാൻ സാബുവിനോട് ചോദിച്ചു. അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു കൗതുകമുണർത്തുന്ന ഒരു സംഭവമായിട്ട് വന്നത് 50 പഞ്ചായത്തുകളിലെ ഭരണം പിടിക്കാനാണ് ഇത്തവണ തന്നെ. ഇത് എറണാകുളം ജില്ല മാത്രമല്ല, അവിടെയും വിടും.
എറണാകുളത്ത് ഇപ്പം മരട് മുനിസിപ്പാലിറ്റി, എറണാകുളം കോർപ്പറേഷൻ, ഇത്തരത്തിലുള്ള മുനിസിപ്പാലിറ്റി, എറണാകുളത്തെ ഭൂരിപക്ഷം ഇടങ്ങളിലും കോട്ടയത്തേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഉള്ള 50 പഞ്ചായത്തുകളിൽ ഇവർ ഒരു പരീക്ഷണമായിട്ട് ഇറങ്ങുക. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ 2020 ശാഖകൾ ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മെമ്പേഴ്സായി, മറ്റ് പല പാർട്ടികൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അംഗങ്ങളായി. പക്ഷേ എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ നിർത്തുന്നില്ല. അതിന് സാബ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ പോയി ഒരു സ്ഥാനാർത്ഥിയോ 2 സ്ഥാനാർത്ഥിയോ ജയിച്ചിട്ട് അവിടെ വേറെ ഭരിക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഭരണം പിടിക്കാൻ സാധ്യതയുള്ള സ്വാധീനമുള്ള 50 പഞ്ചായത്തുകൾ അവർ പിടിക്കാൻ പോകും. എന്നിട്ട് ഈ 50 പഞ്ചായത്തുകളിൽ ഇവര് മാതൃകാ ഭരണം നടക്കുക. അതായത് ഇപ്പം കിഴക്കമ്പലത്ത് ചെയ്യുന്നത് പോലെ. കിഴക്കമ്പലത്ത് എന്താണ് ചെയ്യുന്നത്? ഒന്ന്, അവർക്ക് ബസ് സ്റ്റാൻഡ് ഇപ്പോൾ പണിയുന്നു, സൗജന്യ ഭക്ഷണം കൊടുക്കുന്നു, സുരക്ഷാ ഡിസ്കൗണ്ട് കൊടുക്കുന്നു, റോഡുകൾ കിഴക്കമ്പലത്തോട് പോകണം, പഞ്ചായത്തിന്റെ കീഴിലുള്ള എല്ലാ വഴികളും നല്ലതായി, എല്ലാ സ്കൂളുകളും നല്ലതായി. അപ്പോൾ അത്തരത്തിൽ ഇവർ ചെയ്യാൻ പോകുന്ന പദ്ധതികളാണ്. ഇതൊരു വിപ്ലവമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇവർ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല. അതാണ് എൻ്റെ സങ്കടം. അതാണ് എന്നോട് സാബു ചോദിച്ചൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാബു, കിറ്റക് സാബു എന്ന് പറയുന്ന ആള് കേരളത്തിലെ 252ാമത്തെ വലിയ സമ്പന്നനാണ്. ഇന്ത്യയിലെ അല്ല, കേരളത്തിലെ 252ാമത്തെ വലിയ സമ്പന്നനാണ് കിറ്റക് സാബു. കിറ്റക് സാബുവിന്റെ സഹോദരൻ ബോബി വേറെയുണ്ട്, അയാളുടെ കണക്ക് വേറെയാണ്. കാരണം ഇത് രണ്ടും രണ്ട് കമ്പനികളാണ്. അതായത് അപ്പൻ തുടങ്ങിയ സ്ഥാപനത്തിന്റെ തുടർച്ചയാണ് ഇത് രണ്ടും. സാബുവാണ് ഇറക്കുമതി കയറ്റുമതിയിൽ മാത്രം. അപ്പൊ ഇതിൽ ബോബി 252ാമത്തെ സമ്പന്നനായ മനുഷ്യൻ സാബു. ഈ സാബു ഇപ്പൊ 4 പഞ്ചായത്തുകൾ ശരിയാക്കിയിട്ടുണ്ട്, 50 പഞ്ചായത്ത് ആക്കാനായിട്ട് പോകുന്നു. സാബു ചോദിച്ചത് കേരളത്തിലെ 251 സാബുവിനേക്കാൾ പണമുള്ളവർ, 252 പേര് ആയിട്ടുള്ള സാബു. അപ്പോൾ നോക്കി, ഞാൻ അത് ആ കണക്ക് കണ്ട് അത്ഭുതം തോന്നി. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഞാൻ കരുതിയത് ഒരു ആദ്യത്തെ ഒരു 10-20 പേര് കാണുമെന്നൊക്കെയാണ്. അല്ല, അപ്പൊ കേരളത്തിൽ എത്ര സമ്പന്നരുണ്ടെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കാണുന്നതിനപ്പുറത്തേക്കുള്ള സമ്പന്നർ മലബാറിലൊക്കെയുള്ള പല മുതലാളിമാരെ നമ്മൾ അറിയുന്നില്ല. വിദേശത്തൊക്കെ അവർക്ക് വലിയ തോതിലുള്ള സ്വന്തം ജെറ്റിൽ യാത്ര ചെയ്യുന്ന 10 മലയാളികളെങ്കിലും കാണും. സാബുവിന് ജെറ്റില്ല. ഇല്ല, അത് ശരിയാണ്. സ്വന്തം ജെറ്റിൽ യാത്ര ചെയ്യുന്ന 10 മലയാളികളെങ്കിലും കാണും. അപ്പം ഈ ഇങ്ങനെയുള്ള 251 മുതലാളിമാർ സാബുവിന് മുകളിലുണ്ട്. അപ്പൊ ഈ 251 പേരും ഒന്നുകിൽ ഞാൻ പറഞ്ഞ ഈ 500 മുതലാളിമാരുടെ, സാബുവിന്റെ അത്രയും, സാബു 252 ആണെങ്കിൽ 500 മുതലാളിമാരുടെ കണക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ സാബുവിനേക്കാൾ വലിയ വ്യത്യാസമില്ലാത്തൊരു കാണുമല്ലോ. അടുത്ത 250 പറയുമ്പം മോശമായിരിക്കും. ഈ മുതലാളിമാർ ഓരോ പഞ്ചായത്ത്, 2 പഞ്ചായത്ത്, 941 പഞ്ചായത്തുണ്ട്, 940 നഗരസഭ എല്ലാം 1000 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ഇവരെല്ലാം ഈ 2 പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതല ഏറ്റെടുത്താൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു സർക്കാരിൻ്റെ ഒരു കാശും വേണ്ട, ഒരു സംവിധാനങ്ങളും വേണ്ട. എന്തായിരിക്കും മാറാൻ പോകുന്നത്? നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് ഈ നാടിനെ മാറ്റിമറിക്കാൻ കഴിയില്ല ഇവർക്ക്. തീർച്ചയായും കഴിയും. പക്ഷേ ഇവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ വെയിറ്റ് ഷെഡ് നിർമ്മാണം, എല്ലായിടത്തും വെയിറ്റ് ഷെഡ് ഉണ്ട്. പക്ഷേ നിർമ്മിച്ച് ഒരു 2 വർഷം പോലും ആവുമ്പോൾ എല്ലാം പൊളിഞ്ഞു പോകും. വലിയ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ വിചിത്രമായി തോന്നിയൊരു കാര്യം, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ നേരെ എതിർവശത്ത് ഒരു വെയിറ്റ് ഷെഡ് ഉണ്ട്. അതിൽ സമ്പത്ത് എം പിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. അദ്ദേഹം ഞങ്ങളുടെ എം പി ആയിരുന്നു, ആറ്റിങ്ങലത്തെ എം പി ആയിരുന്നു. സെക്രട്ടറിയുടെ മുന്നിൽ അദ്ദേഹം കൊണ്ടുവയ്ക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവും. രാജ്യസഭയിലുണ്ടായിരുന്നു, അല്ല ലോക്സഭ അംഗമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മണ്ഡലത്തിൽ ലഭിക്കേണ്ട ഒരു വളരെ നല്ല ഭംഗിയുള്ള വെയിറ്റ് ഷെഡാണ്. അദ്ദേഹം എന്തിനാണ് ഇവിടെ വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അതാണ് കാര്യം. ഇത്തരം പാർട്ടി സമ്മർദ്ദം ഉണ്ടായിരിക്കും. സെക്രട്ടറിയുടെ മുന്നിലാണ് നമ്മുടെ പാർട്ടിയുടെ ഒരു തിരുവനന്തപുരത്ത് എം പി കോൺഗ്രസ്സുകാരനായതുകൊണ്ട് നമുക്കൊരു, പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കണം, തിരുവനന്തപുരം നഗരത്തിലെ നമുക്കൊരു പബ്ലിക് ടോയ്ലറ്റ് എത്ര എണ്ണം ഉണ്ട്? ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ, സെക്രട്ടറി ഏജ് ഓഫീസിന് ദിവസം എത്രയോ 1000 ആളാണ് അവിടെ വരുന്നത്. അവർക്കൊന്നും ബാത്റൂം പോകണം, അവരുടെ ഭാരത ഹോട്ടലിൽ കയറി ചായ കുടിച്ചിട്ട് അവിടെ പോകേണ്ടി വരും. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ, സെക്രട്ടറിന്റെ നമ്മൾ ഇങ്ങോട്ട് കിഴക്കോട്ടേക്ക് പോകുന്ന ഭാഗത്തിന് വെയിറ്റ് ഇല്ല. മഴ പെയ്താൽ മനുഷ്യൻ നനഞ്ഞുകൊണ്ട് നിൽക്കണം. ടോയ്ലറ്റ് ഇല്ല, ഒന്നുമില്ല, ടോയ്ലറ്റ് ഇല്ല. ടോയ്ലറ്റ് ഉള്ളത് LMS ജംഗ്ഷനോടെ എങ്ങാണ്ട് ഒന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇല്ല. ആയുർവേദ കോളേജിൻ്റെ അവിടെ പണ്ടൊന്നും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും കാണാനില്ല. അപ്പോൾ ഇവർ ഞങ്ങൾ കേരളം ഒന്നാമതാണ്, തിരുവനന്തപുരം നഗരസഭ ഒന്നാമതാണെന്ന് ബിയം പഠിക്കുമ്പോഴേ ഒരു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമുള്ള സംവിധാനം അവിടെ ഏർപ്പെടുത്തുന്നു. അതാണ് രാജ്മോഹൻ. ഇതിനാണ് ഇതിന്റെ പ്രൊഫഷൻ വെച്ചാൽ ഇവർക്ക് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇതൊരു കച്ചവടമാണ്. അവരെ സംബന്ധിച്ച് ഒരു വെയിറ്റ് ഷെഡ് പണിതാൽ അതിനൊരു 5 ലക്ഷം രൂപ അടിച്ച് വീടിന്
4 ലക്ഷം രൂപ ഉള്ളൂ. ബേരിഷേഡിന് 5-10 ലക്ഷമാണ്. ഈ ബേരിഷേഡ് പണിതാൽ ഇവർക്ക് പിന്നെയും പണിയണം, പേര് അല്ല പിന്നെയും പണിയണം. റോഡ് പണിതാൽ അവർക്ക് വീണ്ടും പണിയണം. ഇതിൻ്റെ അകത്ത് എല്ലാം ഇത് കംപ്ലീറ്റ് ഉടായിപ്പാണ്. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതേസമയം ഇവരൊക്കെ മനസ്സിലാകാതെ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ഈ വലിയ സമ്പന്നർ പലരും ഞാൻ വേറെ ചില മുതലാളിമാർ, പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ചില മുതലാളിമാർ നിരന്തരം അവർക്ക് 1 ലക്ഷം കൊടുത്തു, അവർക്ക് 50 ലക്ഷം കൊടുത്തു, 25 കൊടുക്കുന്നത്. ഈ പണമൊക്കെ ഇവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ കബളിപ്പിക്കില്ല. ഇത് പലപ്പോഴും ഇവരുടെ എന്തെങ്കിലും എക്സ്പെൻസിൻ്റെ അകത്ത് എഴുതിയിട്ട് കൊടുക്കുക ചെയ്യുന്നു. അതായത് അപ്പം ഇവരുടെ ഒരു ഇപ്പം ഞാൻ പറഞ്ഞ 25 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയാം. ആ 25 ലക്ഷം രൂപ കൊടുക്കാൻ ഇവർ എന്തെങ്കിലും ഒരു എക്സ്പെൻസ് എഴുതും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇവരുടെ ലാഭത്തിൻ്റെ ഇതങ്ങ് കുറയും. ടാക്സ് അപ്പോൾ എക്സ്പെൻസ് ടാക്സ് അടയ്ക്കണ്ട. ഇവർ പലതും ചെയ്യുന്നത് ഇവർ പലരും ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനിന്ന് പത്രത്തിൽ കണ്ടു 2.10 ലക്ഷം കോടി രൂപ അംബാനി 2024-25 സാമ്പത്തിക വർഷം സർക്കാരിന് കൊടുത്തു. 2.10 ലക്ഷം കോടി 2 ലക്ഷം കോടി രൂപ അംബാനി റിലയൻസ് ഗ്രൂപ്പ് സർക്കാരിന് കൊടുത്തു. അത് നികുതിയും മറ്റേവരുടെ ഈ ഡയറക്റ്റ് നികുതിയും അല്ലാത്ത ഇപ്പം ഉദാഹരണത്തിന് GST കൊടുക്കുന്ന നടക്കുന്നുണ്ട്, എല്ലാം കൂടെ കൂടിയാണ്. പിന്നെ ഇവരുടെ ഫീസ് എല്ലാം കൂടെ കൂടിയാണ്. ഞാനിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ 28,000 കോടി എങ്ങാണ്ട് ഇൻകം ടാക്സ് അടച്ചിട്ടുള്ളൂ. അതിൽ കൂടുതലാണ് ടാറ്റ അടച്ചിരിക്കുന്നത്. ഏതാണ്ട് അതിനേക്കാൾ കൂടുതലാണ് അദാനി അടച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2,10,000 കോടി രൂപ ഈ അംബാനി അടച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കാശ് അദാനിയും അടച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ കിട്ടുന്ന ഈ പണമാണ് രാജ്യത്തിൻ്റെ മുമ്പോട്ട് പോകുന്ന സാധനം. ഇവിടെ നമ്മുടെ ഈ നന്മ മരങ്ങളൊക്കെ എത്ര രൂപ നികുതി അടയ്ക്കും നമുക്ക് അറിയാവും. നമ്മുടെ കേരളത്തിൽ 1-ാമൻ ഇന്നയാളെ 10-ാമൻ ഇന്നയാളെ എന്നൊക്കെ പറയുമ്പോൾ ബോബി ചെമ്പണ്ണു വലിയ മുതലാളിയാണെന്ന് ഞാൻ പറഞ്ഞ അയാൾ ഊടാണെന്ന് ഞാൻ പറയാറുണ്ട്. അയാൾ എത്ര രൂപ നികുതി അടച്ചിട്ടുണ്ട്, എത്ര രൂപ നികുതി അടയ്ക്കുന്നുണ്ട്, കണക്ക് പുറത്തു വിടണ്ടേ? ആ കറക്റ്റ് കണക്ക് പുറത്തു വിടണ്ടേ? അപ്പം ഇവര് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പണമൊക്കെ ഇവരുടെ ചെലവിൽപ്പെടുത്തി ഇവർ ശരിക്കും സർക്കാരിനെ കബളിപ്പിച്ചാണ് ഇവർ കൈയ്യടി നേടുന്നത്. അതേസമയം ഈ പണം നേരിട്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടി മുടക്കാൻ ഇവർ തീരുമാനിച്ചാൽ അത്ഭുതം സൃഷ്ടിക്കും. നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ഇത് തന്നെ ഇപ്പോൾ കിഴക്കമ്പലത്ത് തന്നെ നമ്മൾ ഞെട്ടിപ്പോയില്ല. അത്ര ആധുനിക സംവിധാനങ്ങളല്ലേ. നമ്മളെ മനുഷ്യരല്ലേ, ഈ മനുഷ്യരാണെന്നുള്ള പരിഗണന പോലും ഈ ജനപ്രതിനിധികൾ പലപ്പോഴും തരുന്നില്ല എന്നുള്ളത്. ഞാൻ 2 കേസുകൾ പറയാം. ഒന്ന് ആ സ്ഥലത്തിന് നമ്മുടെ ഇയാളുടെ സ്ഥലത്തിന് പറയാം, പുനലൂർ, നമ്മുടെ സോഹൻ റോയുടെ പുനലൂർ തൊട്ടടുത്തൊരു സ്ഥലത്തിന് പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ സോഹൻ റോയ് ഏരീസ് ഗ്രൂപ്പിന്റെ ഉടമയാണ് സോഹൻ റോയ്. അപ്പം സോഹൻ റോയ് വളരെ സാധുവായൊരു മനുഷ്യനാണ്. സോഹൻ റോയ് വലിയ റോൾസ് റോയ്സ് ഒക്കെ ഉള്ളതാണ് സോഹൻ റോയ്. ഷാർജയിലാണ് അദ്ദേഹത്തിന്റെ ആസ്ഥാനം. അദ്ദേഹത്തിന്റെ ആ ഐരാണിമുട്ടത്ത് സ്ഥലത്ത് പുനലൂർ നഗരസഭയ്ക്ക് അകത്ത് തന്നെയുള്ള ഒരു ഗ്രാമപ്രദേശമാണ് അദ്ദേഹത്തിന്റെ ജന്മനാട്. ഒരു കൊച്ചു സ്ഥലമാണ്, വലിയ ആയുർവേദ വിദഗ്ധന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ ഇദ്ദേഹം ആ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. ഇദ്ദേഹം കുസാറ്റിൽ നിന്ന് മറൈൻ എഞ്ചിനീയറിംഗ് പാസ്സായി, ജോലി കിട്ടി. അദ്ദേഹം വിദേശത്ത് പോയി. അവിടെ മറൈൻ ഡിസൈനിലേക്ക് ബിസിനസ് തുടങ്ങി. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ഷിപ്പ് ഡിസൈൻ കമ്പനിയാണ് ഇയാൾ. ഈ ഷിപ്പിംഗ് മേഖലയിൽ ഏറ്റവും പ്രഗത്ഭനാണ്. കോടികളുടെ ആസ്തിയുണ്ട്. 252 വരുമെന്ന് എനിക്കറിയത്തില്ല കേരളത്തിലെ. പക്ഷെ ഇയാൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ ഗ്രാമം, ഞാൻ ഈ പുനലൂരിലുള്ള സ്ഥലത്തിൻ്റെ മറന്നുപോയിട്ട് പറയുന്നു, ആ ഗ്രാമത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ഇയാൾ ട്രെയിനിങ് കൊടുത്ത് ജീവനക്കാരാക്കി. ഇയാളുടെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇയാൾക്ക് ഓഫീസുണ്ട് സോഹൻ റോയ്ക്ക്. ആ ഓഫീസിലേക്ക് പലയിടത്തുനിന്നും ഇവിടുന്ന് ജീവനക്കാരെ റിക്രൂട്ട് കൊണ്ടുപോയി. കൂടാതെ അവിടുത്തെ വീട്ടമ്മമാർക്ക് പരിശീലനം കൊടുത്ത് ഈ ബാക്ക് ഓഫീസ് ഈ നാട്ടിൽ നടത്തി. ഏതാണ്ട് 500 പേർക്കാണ് ഈ ഗ്രാമത്തിലുള്ളവർക്ക് പണിയുള്ളത്. അതിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഈ ഗ്രാമത്തിലുള്ളവർക്ക്. എന്നിട്ട് അവർക്ക് അവിടെ തിയേറ്റർ പണിതു, അവിടെ ഉത്സവങ്ങൾ നടത്തി, ആഘോഷം നടത്തി, ഭയങ്കര സ്വന്തം. മാത്രം ഒരുപാട് ആനുകൂല്യമുണ്ട്. മറക്കാൻ പാടില്ലല്ലോ. പ്രസവാവധി, പ്രസവത്തിന് സമയത്ത് ഭർത്താവിന് അവധി, അപ്പനും അമ്മയ്ക്കും പെൻഷൻ, ഭർത്താവിന് പെൻഷൻ, അപ്പനും അമ്മയ്ക്കും പെൻഷൻ, ഇങ്ങനെ ഇഷ്ടംപോലെ ആനുകൂല്യങ്ങൾ, സ്ത്രീകൾക്ക് ആർത്തവ അവധി, അത് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് വലിയ ഉയർന്ന ശമ്പളം കൊടുത്ത് ഇയാൾ ആ ഗ്രാമത്തിലെ ജനങ്ങളെ മുഴുവൻ ഉദ്ധരിപ്പിച്ച് ആ ഗ്രാമത്തിലേക്ക് ഇപ്പം വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയാൻ പോവാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം പണിയാൻ പോകുന്നു. തിയേറ്റർ, മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് തിയേറ്റർ പണിതു. അങ്ങനെ ഇയാൾ ആ ഗ്രാമത്തെ അങ്ങ് മാറ്റി. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. മറ്റൊരു ഉദാഹരണം,
എൻ്റെ ഒരു സുഹൃത്താണ്, ഞാൻ വളരെ യാദൃച്ഛികമായി പരിചയപ്പെട്ടതാണ്. അനീഷ് എന്നാണ് അയാളുടെ പേര്, അനീഷ് കെ ജോയി. ഞാൻ ഇയാളെ പരിചയപ്പെടുന്നത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് പരിചയപ്പെടുന്നത്. എനിക്ക് വലിയ മതിപ്പ് തോന്നി. കാരണം ഇയാൾ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് കണ്ണൂർ ജില്ല നിങ്ങൾക്ക് എത്രമാത്രം പരിഗണന എനിക്കറിയത്തില്ല, കുടിയേറ്റ മേഖല. അതിൽ ആലക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ ആലക്കോടിന് മുകളിലേക്ക് മണക്കടവ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. ഈ ആലക്കോട് നിന്ന് കാർത്തികപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഉദയഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഉദയഗിരി പഞ്ചായത്ത്. ഉദയഗിരി പഞ്ചായത്തിൻ്റെ അങ്ങു മണ്ട, പക്ഷേ ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. ഉദയഗിരി പഞ്ചായത്തിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഉദയഗിരി ചെന്ന് നമ്മൾ ഈ ആലക്കോട് നിന്ന് കാർത്തികപുരത്തിൽ ചെന്ന് പാലം കടന്ന് ഉദയഗിരി ചെന്നിട്ട് ഉദയഗിരിൻ്റെ അങ്ങ് മണ്ടയിലോട്ട് അരിവളഞ്ഞ പോലെന്നൊരു സ്ഥലം കഴിഞ്ഞൊരു സ്ഥലമാണ് ജോസ്ഗിരി എന്ന് പറയും. ഇതിൻ്റെ അങ്ങേയറ്റം കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്താണ്, ചെറുപുഴ എന്ന്. അപ്പോൾ ഈ ഒരു മലമണ്ട ആണ് ഇയാൾ ജനിച്ചത്. ഒരു കർഷക പുത്രനായി ജനിച്ചതാണ്, സാധാരണ മനുഷ്യനാണ് ഇദ്ദേഹം. ഒരു കണ്ണൂർ ഒരു കൊച്ചു കടയൊക്കെ തുടങ്ങി, അങ്ങനെ കുറേ ചെറിയ സംരംഭങ്ങൾ. സ്വന്തം നാട്ടിൽ ഇയാൾ ചെറിയ ചെറിയ സംരംഭങ്ങൾ, ഈ ബ്രെഡ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങി ക്ലിക്കായി. അയാൾക്ക് ബസ് സർവീസ്, ഹോട്ടൽ. ആ നാട്ടിൽ അയാൾ ഒരു 4 സ്റ്റാർ ഹോട്ടൽ തുടങ്ങി, ഏതെങ്കിലും ഗ്രാമപ്രദേശത്ത്. അപ്പോൾ അയാളോട് പലരും ചോദിച്ചില്ല, അത് ഞാൻ ആക്കിയെടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സൗന്ദര്യം ഉപയോഗിച്ച് ഇപ്പോൾ കണ്ണൂരിലെയും മറ്റ് പല സ്ഥലങ്ങളിലെ ആളുകൾ മീറ്റിംഗ് നടത്താൻ, റോട്ടറി ക്ലബിൻ്റെ ആണെങ്കിലും ശരി, ഇവിടേക്ക് വരുന്ന മനോഹരമായ സ്ഥലമാണ്. സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സൗകര്യമുണ്ട്, നന്നായിട്ട് പോകുന്നു. ഈ ജോസ്ഗിരിയിലെ ഇയാളുടെ ഈ ഹോട്ടലിൽ നാട്ടുകാർക്ക് ജോലിയും കിട്ടുമല്ലോ അവിടെ. ഇയാളുടെ സ്ഥാപനത്തിൽ ഇയാൾ 300-ലധികം പേർക്ക് ജോലി കൊടുക്കും നാട്ടിൽ നിന്ന്. ഞാൻ ഒരു ഗ്രാമത്തിലെ ഒരാൾ വലിയ സമ്പന്നനൊന്നുമല്ല, ഇവർ പറഞ്ഞ മതി 250-500 മുതലാളിമാരിൽ പെടത്തില്ല, ഇയാൾ ഇത്രയും ജോലി ഉണ്ടായിക്കൊടുത്തു. ഇത് രണ്ടും ഞാൻ ഒരു മാതൃകയെ കരുതിയിട്ടാണ് കിറ്റക് സാബു പറയുന്ന കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പം സാബുവിന് 4 പഞ്ചായത്തുകളുടെ ഭരണം പിടിക്കാൻ പറ്റുമെങ്കിൽ, ആ 4 പഞ്ചായത്തുകൾ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ, ഈ പറയുന്ന അനീഷ് കെ ജോയിക്ക് ജോസ്ഗിരി എന്ന് പറഞ്ഞ ഗ്രാമത്തെ മാറ്റാൻ പറ്റുമെങ്കിൽ, സോഹൻ റോയ്ക്ക് സ്വന്തം ജന്മനാടം മാറ്റാൻ പറ്റുമെങ്കിൽ, നമ്മുടെ നാട്ടിലെ സമ്പന്നരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നൊരു തട്ടിപ്പുകാരൻ്റെ കഥ കേട്ടായിരുന്നു. ഈ ആലപ്പുഴ നെടുമുടി ആ ഭാഗത്തെങ്ങാണ്ട്, ഒരു പേര് ഞാൻ മറന്നുപോയി, മുങ്ങിയൊരു കഥ കേട്ടായിരുന്നു. നേരെ വിദേശത്തേക്ക് പോയി, ചിട്ടി നടത്തി. അവൻ്റെ വാർത്തയ്ക്കകത്തും ഒരു കാര്യമുണ്ട്. നാട്ടുകാർ അവനെ കുറിച്ച് പറഞ്ഞ ആകെപ്പാടെ പള്ളിപ്പെരുന്നാളിന് വരും, നാടത്ത് അടിപൊളിയായിട്ട് നടത്തുവാൻ. പള്ളിപ്പെരുന്നാൾ നടത്താൻ നിശ്ചയിലെടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു നാട്ടുംപുറത്തുനിന്ന് പണം സമ്പാദിച്ച് പുറത്തേക്ക് പോയ ആളുകളൊക്കെ പള്ളിപ്പെരുന്നാളിനും അമ്പലത്തിലെ ഉത്സവത്തിനും വന്നിട്ട് അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ മുതലാളിമാരില്ലാത്തതാണ് ഞങ്ങളൊക്കെ പാവപ്പെട്ട കൊടുക്കുന്നത്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അവരങ്ങോട്ട് പണം കൊടുക്കും. നമ്മുടെ ജോബി ജോർജ് ഉണ്ടല്ലോ, സിനിമ നടൻ ജോബി ജോർജ് ഒരിക്കലും അവിടെ പള്ളിപ്പെരുന്നാൾ നടത്തിയപ്പോൾ ആദ്യകാലത്ത്, ഇപ്പോഴല്ല, ജോബി ജോർജ് അത്യാവശ്യം UK-ലൊക്കെ പോയി നന്നായിട്ട് പൈസയായി. UK-ലായിരുന്നു, ധാരാളം പണം ഉണ്ടായി, ഹോട്ടലും ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തെന്താണെന്ന് വെച്ചാൽ ഒരു പള്ളിപ്പെരുന്നാളൊക്കെ നടത്തി. ഈ പള്ളിപ്പെരുന്നാളിന് അദ്ദേഹം ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഈ പള്ളിപ്പെരുന്നാളിൻ്റെ വൈകുന്നേരത്തെ കലാപരിപാടിയിൽ ആരൊക്കെയായിരുന്നറിയോ? മമ്മൂട്ടി, പൃഥ്വിരാജ്, സുരേഷ് ഗോപി, സകല സിനിമാ താരങ്ങൾ അവിടെ എത്തിച്ചു അദ്ദേഹം. ഈ പള്ളിപ്പെരുന്നാളിൻ്റെ നാട്ടുപുറത്തെ സ്ഥലത്തെ കല്ലറപ്പള്ളിയുടെ പെരുന്നാളിന് അദ്ദേഹം അവിടെ എത്തിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ പ്രദക്ഷിണം ഇറങ്ങൂല, പള്ളിയുടെ പ്രദക്ഷിണം പള്ളിയിൽ വരുമ്പോൾ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവൻ നാട്ടിൽ നിന്ന് വളർന്നു വരുമ്പോൾ അവൻ ആ നാടിനോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അവൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഈ ഒരു ഇഷ്ടത്തെ ഈ പുഷ്പവൃഷ്ടി നടത്തുന്നതിന് പകരം അത് നടത്തിക്കോട്ടെ, അതിന് പകരം ഈ നാട്ടിലെ ഈ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ, അവിടെ ജോലി കൊടുത്താൽ, അവിടെ ഒരു പൊളിറ്റിക്കൽ എന്താ പറയുന്ന ഒരു ഐക്യത്തിന് ശ്രമിച്ചാൽ ഇവന്മാരുടെ ഈ ചൂഷണം അവസാനിക്കും. ആള് സത്യം മനസ്സിലാക്കുമല്ലോ, അതാണ് വേറെ പ്രശ്നം. സത്യം ആള് മനസ്സിലാക്കുന്നതാണ്. നാട് നന്നാവട്ടെ, ഞാൻ പറഞ്ഞേ ഇവന്മാർ CPM-നോ കോൺഗ്രസിനോ ഒക്കെ പോയിക്കോട്ടെ, പക്ഷെ നാടിൻ്റെ വളർച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിലെ മുതലാളിമാർ ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ നിൽക്കണ്ട. അവർക്കൊക്കെ പേടിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇവർ പലരും വന്നിട്ട് കിറ്റക് സാബുവിനോട് ചേർന്ന് അപ്പം തന്നെ അവർ ടാർഗറ്റ് ചെയ്തിട്ട് ഇവർക്ക് പിന്മാറും. നമ്മുടെ ഒരു പ്രമുഖനായ വ്യവസായി ഈ സാബുവിനോടൊപ്പം നമ്മുടെ കൊച്ചൗസഫ് ചിന്നലപ്പള്ളി, എനിക്ക് വലിയ ബഹുമാനം. അത് നല്ല മനുഷ്യനാണ്, സർക്കാരിനോട് മല്ലിടിച്ച് നിന്ന ആളാണ്, അദ്ദേഹം യൂണിയൻകാരൻ നേരിട്ട ആളാണ്. പക്ഷേ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇദ്ദേഹം കിറ്റക് സാബുവിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതോടെ ഇയാൾ ടാർഗറ്റ് ചെയ്തിട്ട് ഇയാൾ കിറ്റക് സാബുവിനെ തള്ളിപ്പറഞ്ഞ് പുറത്തു പോകേണ്ടി വന്നിട്ട് CPM-ന് സംഭാവന കൊടുക്കേണ്ടി വന്നു. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഏതാണ്ട് 1 കോടി രൂപ അയാൾക്ക് പെട്ടെന്ന് CPM സംഭാവന കൊടുക്കേണ്ടി വന്നു. നല്ല മനുഷ്യനാണ്,
ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇവരെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതിന് പേടി കൊണ്ട് കൊടുക്കേണ്ടി വന്നു. അപ്പം ഈ നാട്ടിലെ സമ്പന്നർ അവരൊരു ഫോറം ഉണ്ടാക്കി അവരൊരുമിച്ച് ഓരോ പഞ്ചായത്തിനെയോ 2 പഞ്ചായത്തിനോ സ്പോൺസർ ചെയ്ത് സാധാരണ മനുഷ്യരെ ഇങ്ങോട്ട് ഇറക്കി പഞ്ചായത്ത് ഭരണം മാത്രം പിടിച്ചാൽ രാഷ്ട്രീയ പാർലമെന്റ് നിയമസഭയിൽ പിടിക്കേണ്ടത്. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രേം നസീർ ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹമാണ്. അദ്ദേഹം നാട്ടിൽ ചെറിയൻകീഴ് ഹൈസ്കൂളിന് പുതിയൊരു കെട്ടിടം അദ്ദേഹം അന്നത്തെ കാലത്ത് അദ്ദേഹം വെച്ചു കൊടുത്തു. ഒരുപക്ഷെ ഹൈസ്കൂളെ അപ്ഗ്രേഡ് ചെയ്യാതെ കാരണമായിരുന്നിരിക്കാം. മാത്രമല്ല അതോട് ഒരുപാട് കാര്യം അവിടുത്തെ ഹോസ്പിറ്റലിൽ അദ്ദേഹം എക്സ്റേ യൂണിറ്റ് ഉണ്ടാക്കി കൊടുത്തു. സ്വന്തം നാട്ടിൽ ജനിച്ച നാട്ടിൽ അന്നത്തെ കാലത്ത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത സംഭാവന കൈയും കണക്കില്ല. അത് നല്ല കാര്യമാണ്. സമ്പന്ന കഴിഞ്ഞ നല്ല കാര്യം. പക്ഷേ ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ കിറ്റക് സാബു ചെയ്തതുപോലെ ഇവരിറങ്ങിയാൽ ഈ രാഷ്ട്രീയക്കാരുടെ മുട മാറും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ കൃത്യമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, യൂറോപ്പിലാണ് മാർക്സിസം കമ്മ്യൂണിസം ഡെവലപ്പ് ചെയ്ത് ആ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച പറഞ്ഞില്ലേ, ഈ കമ്മ്യൂണിസ്റ്റ് പേടി മൂലമാണ് അവിടെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സങ്കല്പം വന്നത്. അതുകൊണ്ട് തന്നെ മുതലാളിത്തം നന്നായി. ഇതുപോലെ ഈ മുതലാളിമാർ രംഗത്ത് വന്നാൽ ഈ പാർട്ടിക്കാർ നന്നാവും. അവർ കൈകിട്ട് വരുന്ന പരിപാടി നിർത്തും. ഇപ്പം ഞാൻ സാബുവിനോട് ഇത് സംസാരിച്ചപ്പോൾ, സാബു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. ഈ നാട്ടിൽ അസംഘടിത തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്. ഈ അസംഘടിത തൊഴിലാളികളെല്ലാം ഈ CPM-ന്റെ കൊടിയും പിടിച്ചുകൊണ്ട് കുത്തിയിരിക്കുന്നതിന് 1 രൂപയുടെ പ്രയോജനമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും ആദരവുള്ള ഒരു വിഭാഗം ഓട്ടോറിക്ഷക്കാരാണ്. പലരും ഒരുപാട് കുറ്റമൊക്കെ പറയാറുണ്ട്. ഒരുപാട് അത്ര നല്ല ആളുണ്ട്. ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തകർ വിശ്വസിക്കാൻ പറ്റത്തില്ല. 1 ഓട്ടോറിക്ഷക്കാരും 2 CA2 തൊഴിലാളികളാണ്. CA2 തൊഴിലാളികളോട് അവരുടെ ഈ ഗുണ്ടായുസത്തോട് നമുക്ക് എതിർപ്പുണ്ട്, അവരുടെ പിടിച്ചുകൊണ്ടോട് എതിർപ്പുണ്ട്. പക്ഷേ ഒരു ഗ്രാമത്തിൽ ഒരു ജംഗ്ഷനിൽ ഈ CA2 തൊഴിലാളികൾ ഇരുന്ന് കഴിഞ്ഞാൽ, CA2 INTC ഒക്കെ ഉണ്ട്, ഈ ചുമട്ട് തൊഴിലാളികൾ, അവരിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ട്. ഈ വക്കീലന്മാരും മാധ്യമപ്രവർത്തകരും തമ്മിൽ പണ്ട് പ്രശ്നം ഉണ്ടായല്ലോ. ഞങ്ങൾ ഹൈക്കോടതി മാർച്ച് നടത്തി. എല്ലാ ട്രേഡ് യൂണിയനിലും ഞങ്ങളെ പിന്തുണ പ്രഖ്യാപിച്ച് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ വന്ന CA2-കാർ മാത്രമാണ്. അവർ കൂടെ നിന്നു, അവർ ഞങ്ങളെ ഒപ്പം നിന്നു. അവിടെ കൊടപ്പനക്കുന്നിലെ ഈ CITU INTS BMS ഒക്കെ ഉള്ള ഈ 3 യൂണിയനുള്ളതാണ്. എൻ്റെ പിള്ളേരെ കൊടപ്പനക്കുന്നിലെ ജംഗ്ഷൻ കിടക്കുമ്പം അവരെ കൈ പിടിച്ച് കടത്തിവിടുന്ന അവിടുത്തെ തൊഴിലാളികളാണ്. അവർ എൻ്റെ പിള്ളേരെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ കണ്ടത് ഒരു ദിവസം, ഞാനൊരു ദിവസം വണ്ടിയും കൊണ്ട് ചെല്ലുമ്പം എൻ്റെ ഇളയ ചെറുക്കനെ കൈ പിടിച്ച് ഒരു ചുമട്ട് തൊഴിലാളി കടത്തിവിടുകയാണ്. ഞാൻ പറഞ്ഞു, ഇവർ രണ്ടാമതൊരു കൂട്ടർ ഓട്ടോറിക്ഷക്കാരാണ്. അതെ അതെ. ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലായിടത്തും അവരുണ്ടല്ലോ. ഓട്ടോറിക്ഷക്കാരുടെ സാന്നിധ്യം ഇല്ലാത്ത നമ്മളൊരു ഏത് ജംഗ്ഷനിൽ ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും ഓട്ടോറിക്ഷക്കാരുണ്ട്. ഈ ഓട്ടോറിക്ഷക്കാർ പലപ്പോഴും ആളുകൾ ഒരുപാട് അവരെ പ്രതിസ്ഥാനത്ത് അവർ കൂടുതൽ കൂലി മേടിക്കുന്നു പറഞ്ഞ് വാർത്തയ്ക്കും. പക്ഷേ ന്യൂനപക്ഷം മാത്രമാണ്. അതിൽ തന്നെ നല്ല മനുഷ്യരാണ്. ഇനി എത്ര രൂപയാണ് ഇവർക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്നത്? ഈ രാവിലെ മുതൽ ഇങ്ങനെ ക്യൂ കിടക്കുന്ന ഓട്ടോയുടെ പുറകെ പോയി ഇരുന്നിട്ട് 3-4 ഓട്ടം കിട്ടിയാൽ ചെലവ് കഴിഞ്ഞിട്ട് 1000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഓട്ടോറിക്ഷക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എല്ലാവരും ചോദിക്കും, എത്ര രൂപ നിങ്ങൾക്ക് ഉണ്ടാവും? ഓട്ടോയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓട്ടോ കൂടിക്കുകയാണ്. ചെലവ് കഴിഞ്ഞിട്ട് 1000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളില്ല. അതേപോലെ തന്നെ ഇപ്പം സ്വിഗ്ഗിയും മറ്റൊക്കെ സൊമാറ്റോയുടെ ആൾ. അപ്പം ഇങ്ങനെ അസംഘടിതരായ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട്. ഈ മനുഷ്യരൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും പാർട്ടിയുടെ കൊടി പിടിക്കുന്ന അല്ലാതെ അവർക്ക് ഒരു പ്രയോജനം ഈ പാർട്ടിക്കാരെ കൊണ്ടില്ല. പാർട്ടിക്കാർക്ക് അവരെ കൊണ്ട് പ്രയോജനമുണ്ട്. കാരണം ഒരു ഹർത്താൽ നടത്താനും ഒരു സമരം നടത്താനും ഒക്കെ. അപ്പം ഈ മനുഷ്യരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ഇവരെ പിന്തുണയ്ക്കുകയും ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ഇവർക്ക് വരുമാന വഴി കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ ഈ കോർപ്പറേറ്റുകൾക്ക് കഴിയും. അതോടെ അവരുടെ കുടുംബങ്ങളെ രക്ഷപ്പെടും. മനുഷ്യരെ ഈ കോർപ്പറേറ്റുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ വലിയ മാറ്റം ഉണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് കിറ്റക് സാബുവിൻ്റെ മോഡലിൽ കേരളത്തിലെ സമ്പന്നരായ മനുഷ്യർ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ഇതിനെ പിന്തുണയ്ക്കാൻ ഇപ്പം എന്നെ പോലെയുള്ള പാവങ്ങൾക്കും പറ്റും. നമുക്ക് വേണമെങ്കിൽ നാട് നന്നാകുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി മാസം ഒരു 10,000 രൂപ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വർഷത്തിൽ 1 ലക്ഷം വെച്ച് കൊടുക്കും. നമ്മളും കൊടുക്കും. നമുക്ക് അതിനപ്പുറത്തുള്ള കപ്പാസിറ്റി ഇല്ല. എല്ലാ മനുഷ്യരും കൊടുക്കും. ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടുള്ള മനുഷ്യരൊക്കെ, അത്യാവശ്യം വരുമാനമുള്ള മനുഷ്യരൊക്കെ നാട് നന്നാകാൻ വേണ്ടി പണം കൊടുക്കാൻ തയ്യാറാവുന്നവരാണ്. പക്ഷെ ഈ പണം കൃത്യമായി ഈ നാടിന് ഗുണകരമായി ചെല്ലണം. അതാണ് പലരും പോക്കറ്റിലേക്ക് പോകരുത്. അതാണ് അവിടെ സംഭവിക്കാറുള്ളത്. ഈ വലിയ ബോർഡ് എഴുതി വെച്ചിട്ട് ഇതിന്റെ കാശ് അങ്ങോട്ട് ജനങ്ങളെ പൈസയല്ലേ ഇതെല്ലാം. അപ്പം ഞാൻ ഈ ഈ ചർച്ചയിൽ ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുന്നത്, കിറ്റക് സാബു 50 പഞ്ചായത്തുകളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ പിന്തുണയ്ക്കണമെന്നും ഒപ്പം മറ്റ് സമ്പന്നർ സാബുവിന്റെ മോഡൽ ഞാനിതിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല.
എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും, രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കാം. പക്ഷേ പ്രാദേശികമായി നമ്മുടെ നാട് ശരിയായാൽ രാഷ്ട്രീയ പാർട്ടികൾ നന്നാവേണ്ടി വരും. നിയമസഭയിലോ പാർലമെന്റിലോ ഒക്കെ അല്ല ഞാൻ പറഞ്ഞത്, പഞ്ചായത്തുകളിൽ ഇവരുടെ ഇടപെടൽ ഉണ്ടായാൽ, പ്രാദേശികമായി മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ സ്വാഭാവികമായും ബാക്കി രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഈ മാറ്റത്തിനൊപ്പം നിൽക്കും. ഗ്രാമസ്വരാജ് എന്നൊക്കെ ഗാന്ധിജി പറഞ്ഞു എന്നുള്ളതല്ല, അത് പ്രായോഗികമാകാൻ എത്ര രാഷ്ട്രീയ നേതാക്കൾ തയ്യാറായി എന്ന് ചോദിച്ചാൽ ആരുമില്ല. അതിനൊരു അവസരമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കാണണം എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പറയാനുള്ളത്. അതുപോലെ വ്യവസായികളെ, സമ്പന്നരായ മനുഷ്യർ, ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ കെ ജി എബ്രഹാം ക്രൗൺ പ്ലാസ അദ്ദേഹമൊക്കെ വിചാരിച്ചാൽ അദ്ദേഹത്തിന്, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് കുവൈറ്റിൽ മാത്രം അദ്ദേഹത്തിന് 25,000 ജോലിക്കാരുണ്ട്. 25,000 ജോലിക്കാർ കുവൈറ്റിൽ, അദ്ദേഹത്തിന് UAE-യിലും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത്രയും വലിയ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ സണ്ണി വർക്കി വലിയ മുതലാളിയാണ്, ഗ്രൂപ്പിന്റെ വലിയ മുതലാളിയാണ്. ഇപ്പൊ MP ആയിരിക്കുന്ന അബ്ദുൽ വഹാബ്. അപ്പം പിന്നെ ഞാൻ ഒരിക്കൽ വേറൊരാളുണ്ടല്ലോ, മറ്റേ നമ്മുടെ എറണാകുളത്ത് ഹോട്ടലൊക്കെ ഉള്ള ഗൾഫാർ മുഹമ്മദ് അലി. ഞാനൊരിക്കൽ അതിസമ്പന്നനാണ് അദ്ദേഹം. ഞാനൊരിക്കല് ഇപ്പൊ നമ്മുടെ ഈ ഇതിന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് ബിസിനസ് ക്ലാസ് ഒന്നും ഇല്ലല്ലോ, ഇങ്ങോട്ടുള്ള ചില ബിസിനസ് ക്ലാസ്. അപ്പോൾ ഈ മുതലാളിമാർക്കും ഇതിന് വന്നിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ഏറ്റവും മുമ്പിലത്തെ കൊള്ളാവുന്ന സീറ്റില്ല ഇരിക്കുന്നത്. അത് വലിയ കൊള്ളാവഴിയൊന്നുമില്ല, ആദ്യത്തെ സീറ്റ് ഇരിക്കും. ഞാൻ അവസാന നിമിഷം ടിക്കറ്റ് എടുത്തു ഒരു ദിവസം, എനിക്കൊന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തിനാന്ന് തോന്നുന്നു. അവസാന നിമിഷം ടിക്കറ്റ് എടുക്കുമ്പോൾ ഇവർ ഈ ടിക്കറ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മുമ്പിലത്തെ സീറ്റായിരിക്കും ഒരു കൂടെ. എനിക്ക് കിട്ടിയത് ഫ്രണ്ടിലെ സീറ്റാണ്. ഞാൻ ഫ്രണ്ടിലെ സീറ്റ്, എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് ഗൾഫാർ മുഹമ്മദ് അലിയാണ്. അപ്പം ഇല്ല, പരിചയമില്ല. അദ്ദേഹത്തിന് തലയിലൊരു തൊപ്പിയുണ്ട്, ഈ എന്തോ ഒരു പ്രത്യേക സെക്റ്റാന്ന് തോന്നുന്നു അദ്ദേഹം ഇസ്ലാമിൽ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ആളുകൾ അതിൽ പോയ കുറച്ച് പേർക്ക് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇദ്ദേഹം മാറിത്തരും, ആളുകൾ അവിടെ ഇരിക്കും, ഫോട്ടോ എടുക്കും. ഞാനെങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു, അദ്ദേഹം ഒന്നും മിണ്ടാൻ പോയില്ല. കുറേ കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എവിടെ പോയതാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യത്തിന് കേസൊക്കെ തീർന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പേരെന്താ, അങ്ങെന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പം എൻ്റെ പേര് മുഹമ്മദ് അലി എന്നാന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്കൊരു ഒരു സംശയം. ഞാൻ മുഹമ്മദ് അലി എന്ന് പറഞ്ഞു, ഞാൻ ഗൾഫാർ മുഹമ്മദ് അലി അല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഗൾഫാർ മുഹമ്മദ് അലിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഗൾഫാർ മുഹമ്മദ് അലി അറിയാമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പിന്നെ വാർത്തകൾ അന്ന് ഗൾഫിൽ എന്തോ കേസ് ഉണ്ടായിരുന്നു, അതൊന്നും നല്ലോന്നും അറിയത്തില്ല, അതൊക്കെ അറിയാമല്ലോ ചോദിച്ചാൽ അത് ഞാൻ തന്നെയാന്ന് പറഞ്ഞു. അദ്ദേഹം ഉണ്ടല്ലോ, അല്ല മറ്റു ചില പ്രവാസി പോലെ പുറം ലോകത്ത് അങ്ങനെ ഇല്ല. അത് ഞാൻ മനസ്സിലാക്കി, എന്തൊരു സിമ്പിളായിട്ടാണ് പെരുമാറിയത്. ഭയങ്കര ലൈറ്റായിട്ട് പെരുമാറി, ഭയങ്കര എടുത്തായിട്ട് പെരുമാറി. അയാൾ ഈ നമ്മുടെ നാട്ടിൽ അയാൾ എന്നോട് സംസാരിച്ചു മുഴുവൻ നമ്മുടെ നാട്ടിലെ ഈ വർഗീയമായ ഭിന്നതകളെക്കുറിച്ചും മനുഷ്യന്റെ മനസ്സുകളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് പണം മുടക്കണം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഇടയ്ക്ക് ഞാനിപ്പോൾ പ്രേംനസീർ ഷാനവാസ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ ഇന്റർവ്യൂസ് ഇങ്ങനെ, അപ്പോൾ ഞാൻ രാത്രി വീട്ടിൽ ഇങ്ങനെ കാണുമ്പോൾ അതിലൊന്ന് പ്രേംനസീർ വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ ലണ്ടനിൽ നിന്നൊരു മരുന്ന് എത്തിക്കേണ്ടി വന്നു. ഗൾഫാർ മുഹമ്മദ് അലിയാണ് ഇത് ഏർപ്പാടാക്കി. വന്നെങ്കിലും അദ്ദേഹം മരിച്ചു. പറഞ്ഞ ഗൾഫ് അച്ഛൻ്റെ സുഹൃത്തായിരുന്നു, അടിയന്തരമായ പാര തന്നെ ഗൾഫാർ മുഹമ്മദ് ബന്ധപ്പെട്ട് ആ മരുന്ന് എത്തിച്ചു എന്ന് പറഞ്ഞു ചെന്നൈയിൽ. പക്ഷേ അത് എഫക്റ്റീവ് ആണെന്ന് അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ ആ ഗൾഫാർ മുഹമ്മദ് മരുന്ന് എത്തിച്ചു എന്ന് പറഞ്ഞു. അന്ന് കുഞ്ഞു പയ്യനായിരിക്കും മോദാലി അന്ന്. ഇപ്പൊ പോലും കണ്ടിട്ട് വലിയ പ്രായം. അതെ പ്രായം വരെ ആയിരിക്കുന്നില്ല ഇപ്പം. എനിവേ, അപ്പം നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. 30 മിനിറ്റ് കൂടുതൽ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ സമ്പന്നരായ മനുഷ്യർ ഈ നാടിനെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കിറ്റക് സാബുവിനെ പോലെ അവരവരുടെ ഗ്രാമപഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഒക്കെ ശരിയാക്കിയെടുക്കാനുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായാൽ നമ്മുടെ നാട് ഒരുപാട് മെച്ചപ്പെടും. നിങ്ങൾ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, രാഷ്ട്രീയ പാർട്ടി തള്ളിപ്പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ സമയമായിരിക്കുന്നു. നന്ദി.